അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മനുഷ്യനെ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന രണ്ട് ഘടകങ്ങളെ സംബന്ധിച്ചാണ്. രണ്ട് കാര്യങ്ങൾ വളരെ അധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോവുക തന്നെ ചെയ്യും. ഏതാണ് രണ്ട് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ വ്യക്തമാക്കി പറയുന്നു. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. യാ അയ്യുഹന്നാസു, ഓ ജനങ്ങളെ. യഹൂദിയല്ല വിളിച്ചത്. യാ അയ്യുഹൻ നസ്വാറാന്നോ, അതല്ലെങ്കിൽ യഹൂദികളെന്നോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കബീലയെ സംബന്ധിച്ചാണോ അല്ലാഹു തആല പ്രതിപാദിച്ചത്? അല്ല, മൊത്തം ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആരാണ് റബ്ബ്? ആരാണ് പരിപാലകൻ? ആരാണ് ശുശ്രൂഷിക്കുന്നവൻ? നമ്മുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് ആന്തരിക അവയവങ്ങളെ നമ്മുടെ വികാരങ്ങളില്ലാതെ, നമ്മുടെ ഉദ്ദേശങ്ങൾ കൂടാതെ സ്വയമായി നിയന്ത്രിച്ചുകൊണ്ട് അതിനെ നിലനിർത്തുന്നവനാണ് റബ്ബ്. കോടാനക്കോടി ന്യൂറോണുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ ഉദ്ദേശമനുസരിച്ചുകൊണ്ടോ നമ്മുടെ വികാരങ്ങൾ അനുസരിച്ചുകൊണ്ടോ അല്ല. മില്യൺ കണക്കിനുള്ള കോശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭജിച്ചെടുത്ത് അത് റബ്ബുൽ ഇസ്സത്ത് തന്നെ നിയന്ത്രിക്കുന്നു. അതിൽ നമ്മുടെ ഒരു ഇടപെടലുകളില്ല. ഉണ്ടോ? നമ്മുടെ ഒരു ഇടപെടലുകളോ, നമ്മുടെ ഒരു വിചാരങ്ങളോ, നമ്മുടെ ഒരു വികാരങ്ങളോ, നമ്മുടെ ഒരു ഉദ്ദേശങ്ങളോ അതിൽ ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കാഴ്ചക്ക് പരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ്. കേൾവിക്ക് പരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ്. അങ്ങനെ ഒരു നിശ്ചിത സമയപരിധി വരെ ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അതിനെ സംവിധാനിച്ചത് ആരാണ്? അള്ളയാണ്. ആ അള്ളയാണ് നമ്മുടെ റബ്ബ്, പരിപാലകൻ, പോറ്റി വളർത്തുന്നവൻ. നാം ഉദ്ദേശിക്കുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, അതല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്താൻ പറ്റും, അതല്ലെങ്കിൽ മറ്റുള്ള പ്രക്രിയകളൊക്കെ നടത്താൻ നമുക്ക് ഇഷ്ടാനുസരണം ഏത് സമയത്തും നടത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ പിഴച്ചു പോയി എന്നുള്ളതാണ്. ഇതിനെ ഓരോന്നും സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ നിയന്ത്രിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാം. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. മാതാപിതാക്കളെ കൊണ്ട് സന്താനങ്ങൾക്കോ, സന്താനങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്കോ പ്രയോജനം കിട്ടാത്ത ദിവസമാണ്. തനിക്ക് താൻ മാത്രമായി മാറുന്ന ദിവസം, സ്വന്തമായി മാറുന്ന ദിവസം. വഇൻ തഅദിൽ കുല്ല അദലില്ലാ യുഖദ് മിൻഹാ. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പ്രായശ്ചിത്തം നൽകിയാലും അത് സ്വീകരിക്കാത്ത ദിവസം. ഗർഭിണികളൊക്കെ പ്രസവിക്കുന്ന ദിവസം, പാലൂട്ടുന്ന തൻ്റെ ഉമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടേച്ചു ഓടുന്ന ദിവസം. ഇത്ര ഗൗരവാലേ അല്ലാഹ് പറയാണ്. അങ്ങനത്തെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ടോ, സന്താനങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്കോ, കൂട്ടുകുടുംബത്തിനോ, ഉറ്റവർ ഉടയവർ ആരായാലും ശരി, അവർക്കൊന്നും യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന വഅദല്ലാഹി ഹഖ്, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്. അല്ലാഹ് പറയാണ്, യാതൊരു സംശയവുമില്ല. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ.
ഇതാ രണ്ട് ഘടകങ്ങൾ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ദുന്യവിയായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ആകാശക്കോട്ടകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ, ആകാശക്കോട്ട കെട്ടി മനുഷ്യൻ അതിൻ്റെ ആറാടുമ്പോൾ, ഈ ദുന്യാവിൻ്റെ അലങ്കാരം കണ്ട് അതിലൂടെ ചൊലിച്ചു പോകുമ്പോൾ അതിൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കട്ടെ എന്നുള്ള പറയുന്നു. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب എന്ന് പറഞ്ഞു. എന്നാൽ സ്ത്രീകളോടുള്ള പ്രണയം, സന്താനങ്ങളോടുള്ള സ്നേഹം, സ്വർണ്ണ വെള്ളി കൂമ്പാരത്തിനോടുള്ള ആഗ്രഹം, അതൊക്കെ, അതുപോലെ തന്നെ മൃഗാദികൾ, നയനമനോഹരമായ വാഹനങ്ങൾ, വിളവ് സമൃദ്ധമായ കാർഷിക ഇടങ്ങൾ, ഇതെല്ലാം ദുന്യവിയായ അലങ്കാരമാണ്. ഇതെല്ലാം വളരെ ദുന്യവിയായ അലങ്കാരമാണ്. ഇതിൽ നിന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ അവൻ്റെ നല്ല മടക്കം അള്ളാഹുവിലേക്കായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിത മേഖലകൾ ഏതായാലും ശരി, നമ്മൾ എന്തിലാണോ നമ്മുടെ മനസ്സ് പതിപ്പിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എങ്കിൽ അതിലൂടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോകുമെന്നുള്ളതാണ്. ഇതൊക്കെ ദുന്യവിയായ ഒമൽ ഹയാത്ത് ദുന്യ ഇല്ലാ മത്താഉൽ ഖുറൂർ, ദുന്യവിയായ വിഭവങ്ങൾ അത് വഞ്ചനയുടെ ഒരു ഇടമാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ വഞ്ചിക്കുക തന്നെ ചെയ്യും. അതാ ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുന്യ. എത്ര സമ്പാദിച്ചാലും അത് മതിയാകുന്നില്ല, എത്ര കിട്ടിയാലും നമ്മൾക്കത് മതിയാകില്ല. തന്നെയല്ല, രണ്ടാമത്തെ ഘടകം എന്താണെന്നറിയോ? വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. മനുഷ്യൻ്റെ ജന്മശത്രുവായ ഇബ്ലീസ് എങ്ങനെയായാലും ശരി, ഏത് വികാരങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാലും നിങ്ങളുടെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന്, നിങ്ങളുടെ സത്യമായ മാർഗത്തിൽ നിന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ മനുഷ്യൻ്റെ ജന്മശത്രുവായ ഇബ്ലീസ് മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. 4 ഭാഗത്തു കൂടെ അവൻ വരും. അതിനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മുന്നിലൂടെ വരും, പിൻവശത്തിലൂടെ വരും, ബലഭാഗത്തിലൂടെ, ഇടഭാഗത്തിലൂടെ, താഴ്ഭാഗത്തിലൂടെ, മേൽഭാഗത്തിലൂടെ എല്ലാം ഇബ്ലീസ് വന്നിട്ട് ഇവനെ വഴിപഴിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും പയറ്റി നോക്കുമെന്നുള്ളതാണ്. അള്ളാഹിനോട് പറഞ്ഞതാണ്, ഒബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അടച്ചവനെ, നിന്റെ യോഗ്യത തന്നെ സത്യം, ഈ ആദമിൻ്റെ മക്കളെ മുഴുവനും ഞാൻ വഴിപഴിപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, മുഖ്ലിസീങ്ങളായ ആളുകൾ ഒഴികെ, നിഷ്കളങ്കരായ ആളുകൾ ഒഴികെ അല്ലാത്തവരെ മുഴുവനും അവൻ വഴിപഴിപ്പിച്ചു കളയും. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നതും മനുഷ്യൻ്റെ പ്രവർത്തന മേഖല തെറ്റിപ്പോകുന്നതും അവൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് വഴുതിപ്പോകുന്നതും സമ്പത്ത് കൊണ്ടാണ്. ഒന്നിരിക്കലത് അധികാരത്തിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളിലായേക്കാം, അതല്ലെങ്കിൽ സാമൂഹ്യമായ ഇടപെടലുകളിലായേക്കാം. ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന് അഴകാർന്ന എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളെ അല്ലാഹു തആല വെച്ചതാണ്. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി, മനുഷ്യനെ പരീക്ഷിക്കാണ്ട് അല്ലാഹു തആല. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലോണം സമ്പത്ത് കൊടുത്തതാണ്. ചില ആളുകൾക്ക് ഒന്നും കൊടുക്കാതെ വളരെ ഫക്കീറായി ദരിദ്രനാക്കി അല്ലാഹു തആല മാറ്റിയിരിക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു തീരുമാനം, ഖളാ ഖദർ അനുസരിച്ചുകൊണ്ടാണ്. അപ്പോൾ ദുന്യാവിനെ തിരഞ്ഞെടുക്കുക. അല്ലാഹു പറഞ്ഞു, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വുജൂഹുൻ യൗമഇദിൻ ബാസിറ തظن അൻ യുഫഅല ബിഹാ ഫാഖിറ. ഞാനറിയാം, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, നിങ്ങൾ ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നു, ദുന്യവിയായ ജീവിതത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അമലു ദുന്യ, എനിക്ക് കൃഷി, എൻ്റെ വാഹനം, എൻ്റെ സന്താനങ്ങൾ, എൻ്റെ സമ്പത്ത്, അതുപോലെ തന്നെ എൻ്റെ സംഘടന, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക.
വതദ്റൂനൽ ആഖിറ, ആഖിറത്ത് നിങ്ങൾ മറന്നു കളയുന്നു, വിട്ടേക്കുന്നു. വുജൂഹു യൗമഇദിൻ നാദിറ, എന്നാൽ നിങ്ങൾ കേൾക്കണോ, വുജൂഹു യൗമഇദിൻ നാദിറ, ചില മുഖങ്ങളുണ്ട്, ആ മുഖം പ്രകാശിക്കുന്ന ദിവസം. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, ആ ദിവസം, നാദിറ, പ്രകാശിക്കുന്നതാണ്. ഇലാ റബ്ബിഹാ നാദിറ, മനുഷ്യൻ ഇവിടുന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അള്ളാഹുവിലേക്ക് ആ വ്യക്തിയുടെ ദൃഷ്ടി തിരിച്ചുകൊണ്ടിരിക്കുമെന്ന്. വുജൂഹു യൗമഇദിൻ ബാസിറ, ദുന്യാവിനെ അലങ്കാരമാക്കി ദുന്യാവിനെ മാത്രം എടുത്തുകൊണ്ട് ജീവിച്ച് കുതിച്ച് മതിച്ച് നടന്ന് അള്ളാനെ മറന്ന് നടന്ന മനുഷ്യൻ, വുജൂഹു യൗമഇദിൻ ബാസിറ, അവൻ്റെ മുഖം കരുവാളിച്ചതായിരിക്കും, ചുളിഞ്ഞതായിരിക്കും. തുദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ, ഏതോ വിപത്ത് അവന് പിടിപെടാൻ പോകുന്നു, അവന് പ്രവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന് ഭയന്ന രീതിയിൽ അന്താളിച്ച് പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭം. ഈ രണ്ട് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇന്നമദ്ദുന്യാ ഫനാഉ ലൈസ ലിദ്ദുന്യാ ബഖാഉ ഇന്നമദ്ദുന്യാ കബൈത്തിൻ വഅനസജഹുൽ അൻകബൂതി, തീർച്ചയായും ദുന്യാവ് നശിക്കും. അങ്കബൂത്ത് 8 കാലിൻ്റെ വല പോലെയാണ്. ഇന്നമദ്ദുന്യാ ഫനാഉ, തീർച്ചയായും ദുന്യാവ് നശിക്കും. ആ ദുന്യാവ് ഇവിടെ ഒരിക്കലും ശേഷിക്കില്ല. അത് 8 കാലിയുടെ വല പോലെയാണ്. അത്രമാത്രം ബലഹീനമായതാണ് ദുന്യാവ്. അതുകൊണ്ട് ദുന്യാവിൽ നമ്മൾ ജീവിക്കുന്ന കാലം ഇന്ന് നോക്കണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മൊബൈലിലാണ്, എല്ലാവരും. ചില കുട്ടികൾ വരെ മൊബൈൽ അഡിക്ഷൻ ഉണ്ടായി ചികിത്സ തേടുന്ന ഒരു കാലഘട്ടമായി മാറി. സുഹൃത്തുക്കളെ, ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾക്ക് എന്തായിരിക്കും ഈ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല കേട്ടോ. അങ്ങോട്ടാണ് പോക്ക്. നമ്മുടെ കുട്ടികളെ മൊബൈൽ, അതുപോലെ നമ്മുടെ TV, അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അടിമപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ, അതിന് അടിമപ്പെടുന്നത് നമ്മൾ വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടുകഴിഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ ഉണ്ടത്രേ, ഞാൻ പറഞ്ഞു കേട്ടതാണ്. പ്രേതം സംസാരിക്കും, മരിച്ച ആളുകൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നമ്മളെ കുട്ടികളെ വക്കൽ നിന്ന് തന്നെ എനിക്കൊക്കെ അത് കേൾക്കാൻ കഴിഞ്ഞു. പ്രേതം സംസാരിക്കും, അതുപോലെ തന്നെ മരിച്ചു പോയ ആളുകൾ നമ്മളോട് സംസാരിക്കും. ഇങ്ങനെ കഴിഞ്ഞാൽ രാത്രി ഒരു 11-11:30 മണി കഴിഞ്ഞാൽ ഗെയിമുണ്ട്, അത് നമ്മൾ കളിച്ച് അതിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാലം ആകുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് മനുഷ്യൻ്റെ തലച്ചോറ്റിനെ നശിപ്പിച്ചുകൊണ്ട് ചെറിയൊരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കഞ്ചാവ് വലിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് തലക്ക് മൂത്ത വ്യക്തി എന്തൊക്കെ ചില കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അത് നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവരിങ്ങനെ സംസാരിക്കുന്നത് കാണാം നമുക്ക്, ഇല്ലേ? അതുപോലെ തന്നെ പ്രായമായ അങ്ങേയറ്റത്തെ ആളുകൾ സോഡിയം കുറഞ്ഞു പോയി, മുമ്പൊക്കെ ചെന്നൈന്ന് പറഞ്ഞത്, ഇപ്പോൾ സോഡിയം കുറയലാണ്. അതും തന്നെ അവർ ഓർമ്മയിൽ എന്തായിരിക്കും, പഴയ കാലങ്ങളിൽ, അവർ കുട്ടികളായ കാലങ്ങളിലുള്ള ഓർമ്മ. കാരണം എന്താണ്, അവരുടെ തലച്ചോറിൻ്റെ ന്യൂറോണുകൾ നശിച്ചു തുടങ്ങുന്നതിൻ്റെ കാരണമാണ്. കഞ്ചാവ് വലിച്ച് അതല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ച് അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച മനുഷ്യൻ, അവൻ എന്തൊക്കെ വിളിച്ച് പറയുന്ന, അവൻ കേൾക്കാത്ത ശബ്ദങ്ങളും അവൻ കാണാത്ത കാഴ്ചകളൊക്കെ ഇങ്ങനെ അവൻ്റെ ഭാവനയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്താകുന്നു, അത് കാണുന്നു. ഇതേ രീതിയിലാണ് ഇത് കളിച്ച് എന്താവും, പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതം വരെ അപകടത്തിലാകുന്നത് അതാണ്. അപ്പം സ്വയബുദ്ധി നഷ്ടപ്പെടുകയാണ്. സ്വയബുദ്ധി നഷ്ടപ്പെട്ട് അവൻ്റെ ബുദ്ധി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവൻ്റെ തലച്ചോറിന് തകരാറ് വന്നിട്ട് ഭ്രാന്തായി, അത് പിന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുകയില്ല. കഞ്ചാവ് തലക്ക് മൂത്ത ആൾക്ക് അതിൻ്റെ ലഹരിൻ്റെ ടൈം കഴിഞ്ഞാൽ അതാണ്ട് പോയി നിൽക്കും, ശരിയല്ലേ? ഇതങ്ങനെയല്ല. ഇത് പിന്നെ നമ്മൾക്ക് ഒരിക്കലും അത് നിവർത്താൻ, അത് ശരിയാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും അത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഈ തലമുറയ്ക്ക് എങ്ങനെയാണെന്ന് അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടാകുന്ന നിരവധി രോഗികളും രോഗിണികളും നമ്മോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ രോഗത്തെയും റബ്ബുൽ ഇസ്സത്ത് ശിഫ നൽകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.